ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. അമ്മയേക്കാൾ ശീതളത്വമുള്ള തണലില്ല, അമ്മയെപ്പോലൊരു മാർഗമില്ല. അമ്മയെപ്പോലെ നെഞ്ചോട് ചേർത്ത് മക്കളെ കാക്കുന്നവർ ആരുമില്ല. അമ്മയെപ്പോലെ മക്കളിൽ പ്രിയമുള്ളവർ ആരുമില്ല. ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. പൊങ്കാല വ്രതം എത്ര ദിവസം? പൊങ്കാല ഇടാൻ തയ്യാറെടുക്കുന്നവർ 3, 7, 9 എന്നിങ്ങനെ ദിവസങ്ങളിൽ ഇഷ്ടം പോലെ വ്രതമെടുക്കാം. സസ്യാഹാരം മാത്രം കഴിക്കണം. ദിവസവും 2 നേരം വീട്ടിൽ വിളക്ക് വെച്ച് തൊഴണം. ദിവസവും അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തണം. പ്രാർത്ഥനാ സമയത്ത് ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിക്കണം. പൊങ്കാലയ്ക്ക് മുമ്പ് എത്ര ദിവസം വേണമെങ്കിലും വ്രതമെടുക്കുന്നതിൽ തെറ്റില്ല. കഠിനമായ വ്രതനിഷ്ഠ ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കും. മത്സ്യവും ലഹരി പദാർത്ഥങ്ങളും ശാരീരിക ബന്ധവും ഒഴിവാക്കണം. പൊങ്കാലയിടുമ്പോഴും പൊങ്കാലയ്ക്കായി ഒരുങ്ങുമ്പോഴും ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിക്കണം. കാരണം പൊങ്കാല ആത്മാവിൻ്റെ പ്രതിരൂപമാണ്. എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് ദേവിയുടെ സന്നിധിയിൽ മനസ്സർപ്പിച്ച് നടത്തേണ്ട കർമ്മമാണിത്. വ്രതദിനങ്ങളിൽ 2 നേരം കുളിക്കണം. ദേവിയുടെ സ്തോത്രനാമങ്ങൾ ചൊല്ലി ക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടുതൽ ഉത്തമമാണ്. ഏത് ദിശയിൽ നോക്കി പൊങ്കാലയിടണം? കിഴക്കുദിക്കിൽ നോക്കി പൊങ്കാലയിടുന്നതാണ് ഉത്തമം. പടിഞ്ഞാറ് ദിശ നോക്കി ഇടുന്നത് കുഴപ്പമില്ല. തെക്കു നോക്കി പൊങ്കാല ഇടരുത്. വ്രതശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി എന്നിവ പ്രധാനം. കഴിയുന്നതും പുതുവസ്ത്രം തന്നെ ധരിക്കണം. നിവൃത്തിയില്ലെങ്കിൽ കഴുകിത്തേച്ചത് ഉപയോഗിക്കാം. വൃത്തിയും ശുദ്ധിയും വേണം. പുതിയ മൺകലമാണ് ഉപയോഗിക്കേണ്ടത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മണ്ണ് പ്രകൃതിയിലെ അടിസ്ഥാന ഘടകമാണ്. പുതിയ ചുവന്ന മൺകലം സൂര്യ തേജസ്സിനെ സൂചിപ്പിക്കുന്നു. സൂര്യനെ സാക്ഷിയാക്കി അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് പൊങ്കാല. തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഉൾപ്പെടെ അനുബന്ധ വസ്തുക്കളിലെല്ലാം വൃത്തിയും ശുദ്ധിയും ഉറപ്പുവരുത്തേണ്ടത് ഭക്തരുടെ കടമയാണ്. ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് എന്നിവയാണ് പൊങ്കാല പായസത്തിന് വേണ്ടത്. പടുക്ക വെച്ചു വേണം പൊങ്കാലയിടാൻ. ദേവി സാന്നിധ്യമുള്ളതുകൊണ്ട് നിറനാഴിയും പറയും നിലവിളക്കും വെക്കുന്നത് നല്ലതാണ്. അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധമാക്കണം. നിറനാഴിയും നിലവിളക്കും വെക്കുകയും തീർത്ഥം തളിക്കുകയും വേണം. ആ പരിസരത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശുദ്ധിയുള്ള വിറകോ ചൂട്ടോ ഉപയോഗിക്കാം. എളുപ്പത്തിൽ തീ പടരാനാണ് ഉണങ്ങിയ ചൂട്ടും കൊതുമ്പും ഉപയോഗിക്കുന്നത്. കൊതുമ്പ് വൃത്തിയാക്കി ഉണക്കിക്കെട്ടി ഉപയോഗിക്കണം. മാസമുറ തുടങ്ങി 7 ദിവസം കഴിഞ്ഞെന്നാണ് സാധാരണ പറയാറ്. 7 ദിവസത്തിനു ശേഷം ശുദ്ധിയായി എന്ന സ്വയം തൃപ്തി തോന്നിയാൽ പൊങ്കാലയിടാം. അങ്ങനെയാണ് ശാസ്ത്രം. അത് കിഴക്കോട്ട് തന്നെയാകുന്നത് ശുഭസൂചന. തിളച്ചുമറിയുന്നത് വരാനിരിക്കുന്ന അഭിവൃദ്ധിയുടെ സൂചനയാണ്. കിഴക്ക് ദർശനമായി പൊങ്കാല ഇടുന്നവർക്ക് കിഴക്കോട്ട് തൂകുന്നത് സാഫല്യവും, പടിഞ്ഞാറ് ദർശനമായി പൊങ്കാല ഇടുന്നവർക്ക് പടിഞ്ഞാറോട്ട് തൂകുന്നത് ഗുണകരവുമാണ്. വടക്കോട്ടായാൽ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ അല്പം താമസിക്കും. ഏത് ദിശയിലായാലും തെക്കോട്ട് തൂകുന്നത് നല്ലതല്ല. അങ്ങനെ സംഭവിച്ചാൽ ഈശ്വര ഭജനം കൂടുതൽ വേണമെന്നർത്ഥം. നിവേദ്യം കഴിഞ്ഞാലുടൻ അണയ്ക്കാം. പൂ കൊണ്ടുവേണം കെടുത്താൻ. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. ശരീരമാകുന്ന കലത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. പൊങ്കാലയ്ക്കൊപ്പം വെള്ള നിവേദ്യം നേദിച്ചാൽ ആഗ്രഹ സാഫല്യം. പാൽപായസം, ശർക്കര പായസം എന്നിവയാണെങ്കിൽ ഐശ്വര്യം, സുഖസമൃദ്ധി. പൊങ്കാല ദിവസം ഇടാൻ കഴിയാതെ വന്നാൽ സ്വന്തം വീട്ടിൽ തന്നെ ആറ്റുകാൽ ഭഗവതിയെ സങ്കല്പിച്ച് ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ പൊങ്കാല ഇടാം. ഒരു നിശ്ചിത സംഖ്യ മനസ്സിൽ വിചാരിച്ച് മാറ്റിവെച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പ്രായശ്ചിത്തമായി സമർപ്പിക്കുന്നത് നല്ലതാണ്. ജന്മനാളിലും മറ്റും ആറ്റുകാൽ ദേവിയെ സങ്കല്പിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാക്ഷേത്രങ്ങളിലോ പൊങ്കാല ഇടുക. ആറ്റുകാലിൽ തന്നെ ഇടണമെന്ന് അവിടെ വഴിപാടായി ചെയ്യാനേ പറ്റൂ. പൊങ്കാല ഇടുമ്പോൾ കത്തിച്ചു വെക്കണം. വിളക്ക് നേദിച്ചു കഴിഞ്ഞാൽ പൂവ് കൊണ്ട് കെടുത്താം. പടുക്കയും ആ സമയത്ത് ഇളക്കാം. അത് പ്രസാദമായി മറ്റുള്ളവർക്ക് കൊടുക്കണം. തളിച്ച ശേഷം നിറമനസ്സോടെ സ്വന്തം ഗൃഹത്തിലേക്ക് പോകുക. അന്ന് നിവേദ്യം മാത്രം ഭക്ഷണമായി സ്വീകരിച്ച് വ്രതം തുടരുക. പിറ്റേ ദിവസം കുളിച്ച് ശരീരശുദ്ധി വരുത്തി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുത് വ്രതം മുറിക്കാം.